നമ്മുടെ ഫ്രൂട്ട്സ് ഗാർഡനിലേക്ക് പുതിയൊരു അതിഥി വന്നിട്ടുണ്ട് കേട്ടോ. വിവിധ പേരുകളിലാണ് അറിയപ്പെടുന്നത്. കുംകാറ്റ്, ഇസ്രായേൽ ഓറഞ്ച്, ജാഫ ഓറഞ്ച്, ഗോൾഡൻ ഓറഞ്ച് എന്നിങ്ങനെ വിവിധ പേരിലാണ് അറിയപ്പെടുന്നത്. നാരങ്ങയുടെയും ഓറഞ്ചിൻ്റെയൊക്കെ ഒരു വിഭാഗത്തിൽപ്പെടുന്ന ഒരു ഫ്രൂട്ട്സ് പ്ലാന്റ് ആണിത്. ആള് വിദേശിയാണ്. സ്വന്തം സ്ഥലം ചൈനയിൽ നിന്നാണ് ഇത് ഉടലെടുത്തതെന്ന് വിശ്വസിക്കപ്പെടുന്നു. വിദേശിയാണെങ്കിലും കേരളത്തിൻ്റെ ക്ലൈമറ്റിൽ നല്ല രീതിയിൽ തന്നെ കായ്ഫലം ലഭിക്കുന്ന ഒരു ഫ്രൂട്ട്സ് പ്ലാന്റ് ആണ് ഇസ്രായേൽ ഓറഞ്ച്. ചെടിച്ചട്ടിയിലൊക്കെ നട്ട് നല്ല രീതിയിൽ തന്നെ നമുക്ക് കായ്ഫലം ലഭിക്കുന്ന ഒരു ഫ്രൂട്ട്സ് പ്ലാന്റ് ആണിത്. നാരങ്ങയുടെ വിഭാഗത്തിൽപ്പെടുന്ന ഫ്രൂട്ട്സ് പ്ലാന്റ് ആയതുകൊണ്ട് നാരങ്ങയുമായി വളരെയധികം സാമ്യമുണ്ട്. നാരകത്തിൽ ഉള്ളതുപോലെ തന്നെ ചെറിയ രീതിയിലുള്ള മുള്ളുകളും ഈ ഫ്രൂട്ട്സ് പ്ലാന്റിനുണ്ട്. ചെറിയ ഇലകളും അതുപോലെ തന്നെ നല്ല വെളുത്ത നിറത്തിലുള്ള ചെറിയ പൂക്കളും ഇതിനുണ്ടാകുന്നു. ഇതിലുണ്ടാകുന്ന ഫ്രൂട്ട്സുകൾ 3 സെൻറ്റിമീറ്റർ തൊട്ട് 3.5 സെൻറ്റിമീറ്റർ വരെ നീളത്തിലുള്ള കായ്കളാണ് ഇതിലുണ്ടാകുന്നത്. ആദ്യം ഇത് ഉണ്ടാകുമ്പോൾ പച്ച കളറുള്ള കായ്കൾ ആവുകയും പിന്നെ അത് മൂത്ത് വരുന്നതിനനുസരിച്ച് ഇതിൻ്റെ കായ്കൾക്ക് ഒരു യെല്ലോ കളറ് കയറി വരുന്നു. നല്ല ഡാർക്ക് യെല്ലോ ഷെയ്ഡ് ആകുമ്പോൾ ഈ ഫ്രൂട്ട്സ് നമുക്ക് വിളവെടുക്കാം. എല്ലാ സീസണിലും നമുക്ക് ഈ ഫ്രൂട്ട്സ് പ്ലാന്റിൽ നിന്ന് ഫലങ്ങൾ ലഭിക്കുമെങ്കിലും നവംബർ മാർച്ച് സമയങ്ങളിലാണ് കൂടുതലായിട്ട് കായ്ഫലം നമുക്ക് ലഭിച്ചു വരുന്നത്. ഇതിൻ്റെ പുറംതൊലിക്ക് നല്ല മധുരമുള്ളത് കൊണ്ട് തന്നെ നമുക്ക് ഈ ഫ്രൂട്ട്സ് തൊലിയോടുകൂടി കഴിക്കാവുന്നതാണ്. ഏകദേശം കണ്ടാൽ ചൈനീസ് ഓറഞ്ചിനോട് സാമ്യമുള്ളത് കൊണ്ട് തന്നെ പല സന്ദർഭങ്ങളിലും ഇത് ചൈനീസ് ഓറഞ്ച് എന്ന് തെറ്റിദ്ധരിക്കപ്പെടാറുണ്ട്. ഇസ്രായേൽ ഓറഞ്ചിന്റെ സീഡ് ഭാവി നമുക്ക് തൈകൾ ഉൽപ്പാദിപ്പിച്ചെടുക്കാം. അങ്ങനെ ഉൽപ്പാദിപ്പിച്ചെടുക്കുന്ന തൈകൾ വളർന്ന് അതിൽ നിന്നും ഒരു കായ്ഫലം ലഭിക്കണമെങ്കിൽ കുറച്ച് കാലദൈർഘ്യം എടുക്കും. അതിനേക്കാൾ നല്ലത് ലെയർ ചെയ്തെടുക്കുന്ന തൈകളാണെങ്കിൽ 6 മാസം കൊണ്ട് തന്നെ നമുക്ക് അതിൽ നിന്നും കായ്ഫലം ലഭിക്കുന്ന ഒരു ഫ്രൂട്ട്സ് പ്ലാന്റ് ആണ് നമ്മുടെ ഇസ്രായേൽ ഓറഞ്ച്. ഇസ്രായേൽ ഓറഞ്ചിന്റെ മറ്റൊരു പ്രത്യേകതയാണ് വളരെ സാവധാനം മാത്രമാണ് ഇസ്രായേൽ ഓറഞ്ച് വളരുകയുള്ളൂ. 8 അടി മുതൽ 15 അടി വരെയാണ് ഇതിൻ്റെ വളർച്ചയെക്കുറിച്ച് പറയുന്നത്. ഗാർഡനിലൊക്കെ നട്ട് വളർത്താൻ പറ്റിയതും ഫലങ്ങൾ ഉണ്ടായി നിൽക്കുന്നത് കാണാൻ നല്ല രസമുള്ള ഒരു ഫ്രൂട്ട്സ് പ്ലാന്റും കൂടിയിട്ടാണ് നമ്മുടെ ഇസ്രായേൽ ഓറഞ്ച്. അതുകൊണ്ട് തന്നെ ഒരുപാട് ആൾക്കാർ ഗാർഡനിലൊക്കെ ഈ ഇസ്രായേൽ ഓറഞ്ച് വെച്ച് പിടിപ്പിക്കുന്നുണ്ട്. എന്തായാലും ഈ കുഞ്ഞൻ ഫ്രൂട്ട്സിന് വളരെയധികം ഗുണങ്ങളുള്ള ഒരു ഫ്രൂട്ട്സ് പ്ലാന്റും കൂടിയാണ്. വിറ്റാമിൻ എ, സി എന്നിവയുടെ കലവറയും കൂടിയിട്ടാണ് നമ്മുടെ ഈ അത്ഭുത ഓറഞ്ച്. സലാഡ് ഉണ്ടാക്കാനും ഫ്രൂട്ട്സിനും ഒക്കെ ആയിട്ട് ഇത് ഉപയോഗിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ.